ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് വീഡിയോ ചാനലായ യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വദേശി ഉൽപ്പന്ന നിർമ്മാണ പരമ്പരയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്കുണ്ടാകുന്ന പോരായ്മകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ശരിയായ രീതിയിൽ ഉൽപ്പന്ന നിർമ്മാണം നടത്തുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്വദേശി ടിപ്സ് എന്ന വീഡിയോ പരമ്പരയുടെ 6ാമത്തെ എപ്പിസോഡാണ് ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന എപ്പിസോഡുകൾ സ്വദേശി ഉൽപ്പന്ന നിർമ്മാണത്തിലെ സയൻസിലെ തിയറിയും അതുപോലെ തന്നെ പ്രായോഗികതയിലെ ചേരുവയുടെ കൃത്യതയും എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ. രണ്ടാമത്തെ, നാരങ്ങാ വെള്ളം ഉണ്ടാക്കുന്നതിന് വേണ്ടി നാരങ്ങാ നീര് എങ്ങനെയാണ് ശരിയായ രീതിയിൽ പിഴിയുന്നത്, ചൊനയിലെ തൊണ്ടിലെ ചൊന വരാതെ എങ്ങനെയാണ് പിഴിയാൻ സാധിക്കുന്നത് എന്നുള്ളത്. മൂന്നാമത്തെ, ശരിയായ രീതിയിൽ നാരങ്ങാവെള്ളം രുചികരമായ നാരങ്ങാവെള്ളം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു. നാലാമത്തത്, എങ്ങനെയാണ് നമുക്ക് രുചികരമായ ചായ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളും. അഞ്ചാമത്തെ, മസാല ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യമായിരുന്നു. 6ാമത്തെ വീഡിയോ ആയ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഗ്രീൻ ടീ എങ്ങനെയാണ് ശരിയായിട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ആൾക്കാർ ഇപ്പോഴത്തെ ഒരു സാധാരണ രീതി വെച്ച് വളരെയധികം ആൾക്കാർ പാല് ഉപേക്ഷിച്ച് പാലിന് പകരമായിട്ട് രാവിലെ വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിക്കുന്ന ഒരു രീതി സ്വീകരിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രകൃതി ജീവന രീതിയിൽ, പ്രകൃതി ചികിത്സയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം അവർ പാലുപയോഗിക്കുന്ന രീതി പൂർണ്ണമായിട്ട് നിർത്തുകയും അതിന് പകരമായിട്ട് രാവിലെ ഒന്നുകിൽ തേന് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കുന്ന അങ്ങനെ നമ്മൾ ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് ശരിയായ രീതി ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം വളരെ കൂടുതൽ ആൾക്കാർ ഇന്ന് ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് പലപ്പോഴും അവർ ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത് പൂർണ്ണമായിട്ട് ശരിയായിട്ടുള്ള രീതിയല്ല. നമ്മുടെ പൊതുവേ ഉള്ളൊരു ധാരണ ഗ്രീൻ ടീ ഭയങ്കരമായിട്ട് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമുക്കുള്ള പൊതുവായിട്ട് കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിൽ ചെറിയ പങ്ക് ഗ്രീൻ ടീ ഉപയോഗിക്കുന്നതിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ പൊതുവായിട്ടുള്ളൊരു വിശ്വാസം. അത് ശരിയുമാണ്. നമുക്ക് നമ്മളിലുണ്ടാകുന്ന കൊളസ്ട്രോള്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഷുഗർ, ഫാറ്റ് ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള സാധനമായതുകൊണ്ട് അങ്ങനെ അത്തരം കാരണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഗ്രീൻ ടീ ഇപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഗ്രീൻ ടീ ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീൻ ടീ അത് പ്രകൃതി കൃഷിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രീൻ ടീ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ രാവിലെ വെറുതെ കഴിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ടേ നമ്മൾ കുടിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന സാധനം അത് കെമിക്കൽ ഉണ്ടായിരിക്കുന്ന സാധനമായിരിക്കും, അല്ലെങ്കിൽ കീടനാശിനിയും രാസവളവും ഉപയോഗിച്ച് ഉണ്ടാക്കാത്ത സാധനമായിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. അത് അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് പ്രകൃതി കൃഷിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രീൻ ടീ ഉണ്ടായിരിക്കണം. ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന പ്രത്യേകമായിട്ട് ടെക്നോളജിയുടെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ഏറ്റവും തളിരിൽ 2 എണ്ണമാണ് എടുക്കുന്നത്. അത് ഉണങ്ങിയെടുത്ത് പാക്ക് ചെയ്യുന്നു എന്നത് മാത്രമേ ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ എടുക്കുന്ന തളിരില്ല അത് യാതൊരു കാരണവശാലും രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാത്ത ഗ്രീൻ ടീ തന്നെ ആയിരിക്കണം.
എങ്കിലേ അതിന് പ്രയോജനമുണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് നമ്മൾ തിളപ്പിക്കുന്നു. സാധാരണ നമ്മൾ മിക്കവരും കാണിക്കുന്ന ഒരു തെറ്റ്, ആ തിളപ്പിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു നുള്ളു ഗ്രീൻ ടീ ഇടുന്നു, എന്നിട്ട് അത് 2 മിനിറ്റ് നേരം തിളപ്പിക്കുന്നു, എന്നിട്ട് അത് വാങ്ങി അത് കുടിക്കാൻ ഉപയോഗിക്കുന്നു. അത് തെറ്റായിട്ടുള്ള രീതിയാണ്. ഗ്രീൻ ടീ നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്, ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് തിളപ്പിക്കുക, അങ്ങനെ തിളപ്പിച്ചിരിക്കുന്ന വെള്ളം നമ്മൾ മാറ്റി വയ്ക്കുക. ആ വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഒരു നുള്ളു ഗ്രീൻ ടീ ഇടുന്നതിന് വേണ്ടി. ഗ്രീൻ ടീ ഇട്ടതിന് ശേഷം അത് 2 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. ഇപ്പോൾ ഗ്രീൻ ടീ ഇട്ട് യാതൊരു കാരണവശാലും വെള്ളം തിളപ്പിക്കാൻ പാടില്ല. അങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് ഇട്ടിരിക്കുന്ന ഗ്രീൻ ടീയുടെ ഫ്ലേവർ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് അത് വെള്ളത്തിലിട്ട് സാധാരണ ചായപ്പൊടി തിളപ്പിക്കുന്ന പോലെ തിളപ്പിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഗ്രീൻ ടീയിലേക്ക്, അതിന് സമാനം നല്ല ചവർപ്പായിരിക്കും, ആരംഭക്കാർക്ക് കുടിക്കുന്നതിന് ബുദ്ധിമുട്ടുമായിരിക്കും. അങ്ങനെയുള്ള ഗ്രീൻ ടീ അതൊരു മെഡിസിനൽ വാല്യൂള്ള ഗ്രീൻ ടീ ആക്കി മാറ്റുന്നതിന്, പൂർണ്ണമായിട്ട് മാറ്റുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 സാധനം കൂടി ചേർക്കാം, 2 അല്ല 3 സാധനം ചേർക്കാം. ഒന്ന്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം. അങ്ങനെ എടുക്കുന്ന മഞ്ഞൾപ്പൊടിയും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, യാതൊരു കാരണവശാലും മാർക്കറ്റിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക, പ്രകൃതി കൃഷിയുടെ മഞ്ഞൾപ്പൊടി തന്നെ ഉപയോഗിക്കുക, അല്ലെ വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന മഞ്ഞൾപ്പൊടി തന്നെ ഉപയോഗിക്കുക. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ അകത്തേക്ക് അല്പം നാരങ്ങാനീര് ഒഴിക്കുക, 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ തേന്. 1 ടേബിൾ സ്പൂൺ തേന് എന്ന് പറയുന്ന തേൻ നമുക്കറിയാം, 2 ടൈപ്പ് തേൻ നമുക്ക് ലഭ്യമാണ്. ഒന്ന് വൻതേനാണ്, 2 ചെറുതേനാണ്. സാധാരണ ഉപയോഗത്തിലെല്ലാം നമുക്ക് വൻതേൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ നേരിട്ട് മരുന്ന് കഴിക്കുന്ന സമയത്ത്, ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുന്ന സമയത്ത് തേൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെറുതേൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ വൻതേൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വൻതേൻ ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കുന്ന ഗ്രീൻ ടീ അതീവ രുചികരമായിരിക്കും. അപ്പോൾ ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുന്നു. 1 ഗ്ലാസ് വെള്ളമെടുത്ത് നമ്മൾ തിളപ്പിക്കുന്നു. ആ തിളപ്പിച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് 1 നുള്ളു ഗ്രീൻ ടീ ഇട്ട് 2 മിനിറ്റ് നേരം മൂടി വയ്ക്കുന്നു. അങ്ങനെ മൂടി വെച്ചിരിക്കുന്ന ഗ്രീൻ ടീ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. രണ്ടാമതായിട്ട് നമുക്ക് ചേർക്കാവുന്നത് നാരങ്ങാനീരാണ്. 1 നാരങ്ങയുടെ ആവശ്യമില്ല, 1/2 നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുക. മൂന്നാമതായിട്ട് നമുക്ക് ചേർക്കാൻ സാധിക്കുന്ന, അതിനെ രുചികരമാക്കുന്നതിന്, അതിൻ്റെ ഔഷധ ഗുണം കൂടുന്നതിന് വേണ്ടി നമുക്ക് 1 ടേബിൾ സ്പൂൺ തേൻ അതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന സമയത്ത്, ശരിയായിട്ട് തയ്യാറാക്കുന്ന സമയത്ത് അതിനെ മെഡിസിന് വാല്യൂ റിച്ചായിട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഞാൻ ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന ഇതാണ് ഗ്രീൻ ടീ. പ്രകൃതി കൃഷിയുടെ ഗ്രീൻ ടീ ആണ്. വൻതേന്, ഇതാണ് വൻതേന്. ചെറുതേൻ്റെ ആവശ്യമില്ല. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നമ്മൾ വൻതേൻ ഉപയോഗിച്ചാൽ മതി. 1 ടേബിൾ സ്പൂൺ വൻതേനാണ് ഉപയോഗിക്കാവുന്നത്. അടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതി. അത് പ്രകൃതി കൃഷിയുടെ മഞ്ഞൾപ്പൊടി ആയിരിക്കണം. അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന മഞ്ഞൾപ്പൊടി ആയിരിക്കണം. മാർക്കറ്റിലെ മായം ഏറ്റവും കൂടുതലുള്ള സാധനങ്ങളിൽ ഒന്നാണ് മഞ്ഞൾപ്പൊടി. അതുകൊണ്ട് ആ മഞ്ഞൾപ്പൊടി മെഡിസിനൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. സ്വദേശി ഉൽപ്പന്ന നിർമ്മാണ പരമ്പരയിലെ വീഡിയോ ടിപ്സുകളായിട്ട് എല്ലാ ആഴ്ചയിലും 2 വീഡിയോകൾ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ പക്ഷേ 1 വീഡിയോ എങ്കിലും സമയലഭ്യത അനുസരിച്ച് 1 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കും. ഈ വീഡിയോകളെല്ലാം എല്ലാവർക്കും പ്രയോജനപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ എല്ലാവരും ഒന്ന് കാണുകയും അതൊന്ന്
സബ്സ്ക്രൈബ് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒന്ന് ചെയ്യുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ ചെയ്യുന്നതിന് അവർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു ചെറിയ ഒരു അറിവ് എന്നുള്ള രീതിയിൽ ഈ വീഡിയോ പരമ്പര എല്ലാവരിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.